6ാമത്തെ എപ്പിസോഡ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്കിനിപ്പോൾ കണ്ണൂർ എയർപോർട്ടിലേക്ക് പോവാം. ഒരു മണിക്കൂർ യാത്രയാണ് പിന്നെ കണ്ണൂർ എയർപോർട്ടിലേക്ക് ഗൂഗിൾ മാപ്പ് പറയുന്നത്. പിന്നെ നമ്മളുടെ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കുരിശുമല കാണാൻ പോയപ്പോൾ അവിടെ നിന്ന് താഴേന്ന് കാണാൻ പറ്റുമായിരുന്നു മറ്റേ എയർപോർട്ട്. അപ്പോൾ അത്രയ്ക്ക് അടുത്താണ്. വയനാട്ടുകാർക്കൊക്കെ വലിയൊരു ഭാഗ്യമാണ് ഈ കണ്ണൂർ എയർപോർട്ട് എന്ന് പറയുന്നത്. ഈ കോഴിക്കോട് കരിപ്പൂർ എയർപോർട്ടിലേക്ക് പോവാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമത് ബ്ലോക്ക്, പിന്നെ ഒരു 100ന്റെ മേലെ കിലോമീറ്റർ ഓടണം, പിന്നെ അവിടുത്തെ തിരക്ക് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വളരെ കൂടുതലാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ കണ്ണൂർ വയനാടിൻ്റെ തൊട്ടടുത്ത് തന്നെ ഒരു എയർപോർട്ട് വന്നതെന്ന് പറഞ്ഞാൽ വലിയൊരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യേണ്ടതുകൊണ്ട് നമ്മളൊരു 2 മണിക്കൂർ നേരത്തെ ഇറങ്ങി. അപ്പോൾ നമ്മൾ നല്ല കോടയുണ്ട്, നല്ല അടിപൊളി വ്യൂ ആണ്. 2 സൈഡിലും നോക്കിയാൽ കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ നെടുമ്പൊയിൽ ചുരം ഇറങ്ങി കഴിയാനായിരിക്കുകയാണ്. ഇത്ര നേരം നല്ല കോടയായിരുന്നെങ്കിലും കുറ്റ്യാടി ചുരം പോലെ ഒന്നും കാണാൻ പറ്റാത്ത അത്ര വലിയ കോടയൊന്നും ഉണ്ടായിരുന്നില്ല. കോട മാത്രമല്ല, ഈ റോഡൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഈ വഴി പോകുന്നവർ ആ ഒരു രാവിലെ വൈകുന്നേരം ആ സമയങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നല്ലൊരു കാഴ്ച പ്രേക്ഷകർക്ക് കാണാൻ പറ്റും. നെടുമ്പൊയിൽ നിന്ന് ഇടത്തോട്ടുള്ള റോഡ് കയറി 5 കിലോമീറ്റർ കഴിഞ്ഞിട്ട് കണ്ണൂർ എയർപോർട്ട് റോഡ് ഉണ്ട് എന്നാണ് പറയുന്നത്. അവിടുന്ന് ഒരു ഓട്ടോക്കാരൻ പറഞ്ഞാണ്. നമ്മൾ ഈ ഗൂഗിൾ മാപ്പ് കിലോമീറ്റർ നോക്കുക എന്നല്ലാണ്ട് നമ്മളെ ഗൂഗിൾ മാപ്പ് മാത്രം നോക്കി പോകുന്ന പരിപാടിയില്ല. കാരണം ഞാനൊരു ഡെലിവറി ബോയാണ്. ഈ വഴി ചോദിച്ച് പോകാന്നുള്ള പരിപാടി ഉള്ളതുകൊണ്ട് തന്നെ ചോദിച്ച് പോകുന്ന ഇപ്പോൾ ശീലമായിപ്പോയി. അതുകൊണ്ട് ഇപ്പം നല്ലൊരു രസമാണ് ഈ ചോദിച്ച് പോകുന്നത്. ഞാനിപ്പോൾ ഗൂഗിൾ മാപ്പ് നോക്കില്ല. അതായത് നമ്മളൊരു പണ്ടത്തെ ആൾക്കാർ പോകുന്ന പോലെ നമ്മൾ ചോദിച്ച് ചേട്ടാ കണ്ണൂർ എയർപോർട്ട് നേരെ പോലെ എയർപോർട്ടിലേക്കാ? ആ ബട്ടത്തോടാ? ആ ഓക്കെ സ്കൂളിൻ്റെ ഏരിയ. ആ ഓക്കെ താങ്ക്സ്. അത് കിട്ടിയോ? കണ്ണൂർ എയർപോർട്ടിലേക്ക്
ആദ്യമായിട്ട് ഒരു അടാറ് നാടൻ ബ്ലോഗ് ക്യാമറമാൻ ജിറ്റോനോടൊപ്പം കണ്ണൂരെ ഇന്റർനാഷണൽ എയർപോർട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആള് അവിടെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടാവും. പിന്നെ വേറൊരു കാര്യം പറയാനുള്ളത്, ഇതിന്റെ ഉള്ളിൽ 2 മണിക്കൂർ പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 70 രൂപയാണ് ചാർജ്. 15 മിനിറ്റ് വരെ നമുക്ക് വണ്ടി നിർത്തിയിടാൻ പറ്റും, പൈസ ഒന്നും കൊടുക്കാണ്ട്. അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് പൈസ കൊടുക്കേണ്ട 70 രൂപ കൊടുക്കണം. കുറച്ചു നേരം ലേറ്റ് ആയിരുന്നു. അപ്പോൾ ഇപ്പോഴാണ് വന്നത്. നമ്മളൊരു 2 മണിക്കൂറിനടുത്ത് കോസ്റ്റായി. പെട്ടെന്ന് തന്നെ അങ്ങോട്ട് പോവാം. അങ്ങനെ നമ്മൾ മുഴുപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചിലേക്ക് എത്താനായിക്കൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പോൾ ആകെ ഒരു 1 കിലോമീറ്റർ കൂടിയേ ഉള്ളൂ. ഒരു 5:30ക്ക് ശേഷം അങ്ങോട്ട് കയറ്റില്ല എന്നാണ് പറയുന്നത് കേട്ടത്. നമുക്ക് 5:30 ആവുന്നേ ഉള്ളൂ. പോയി നോക്കാം എന്താ അവസ്ഥ. അഥവാ വണ്ടി കയറ്റിയില്ലെങ്കിൽ നമുക്ക് അവിടെ കയറാം. അങ്ങനെ നമ്മൾ കറക്റ്റ് ബീച്ചിലെത്തിയിരിക്കുകയാണ്. വണ്ടി ഇറക്കിയാൽ നമ്മളെ ഭാഗ്യം. 40 രൂപയാണ് കേട്ടോ ബീച്ചിലേക്ക് വണ്ടി ഇറക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ നമ്മള് 40 രൂപ. 40 അല്ല ഏട്ടാ, കാറിന് 40. ബൈക്കിന് എത്രയാ? ബൈക്കിന് 20. അടിപൊളി. ഇവിടെ എത്ര ടൈം വരെ നിൽക്കാൻ പറ്റും? അങ്ങനെയൊന്നും ഇല്ലല്ലേ. നമുക്കൊന്നൊരു 2 മണി 3 മണിയൊക്കെ ആകുമ്പോ ഇവിടെ നിന്ന് പോവാം. അയ്യോ,
മുഴുപ്പിലങ്ങാടി ഡ്രൈവിംഗ് ബീച്ചിൽ നിന്ന് നേരെ വയനാട്ടിലോട്ട് സംഭവം അടിപൊളിയാണ് കേട്ടോ. നമ്മളെ ഹാൻഡ് ബ്രേക്ക് ഒക്കെ ഇട്ടെന്ന് വെറുതെ ചെറുങ്ങനെ ഡ്രിഫ്റ്റ് ചെയ്ത് അടിപൊളിയാണ് കേട്ടോ. നല്ല എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ലോണം വണ്ടി കറക്കി കളിക്കാൻ പറ്റുന്നുണ്ട്. പിന്നെ വട്ടത്ത് കറക്കാൻ നോക്കിയിട്ട് വണ്ടി കറങ്ങുന്നില്ല, എന്താണെന്നറിയില്ല. എന്തായാലും നല്ല എന്താ പറയുക, നമ്മൾക്ക് വയനാട്ടുകാർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. നല്ല അടിപൊളിയാണ്. പിന്നെ ഒരു കാര്യമുള്ളത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിവിടെ വന്ന് വണ്ടിയും കൊണ്ട് കളിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. വണ്ടി നമുക്ക് വെള്ളത്തിൽ കൂടി ഇറക്കുമോ ആരും ഒന്നും പറയുന്നില്ല. ഈ 6 മണി 7 മണിയൊക്കെ കഴിയുമ്പോൾ ഇപ്പോൾ പോലീസ് വന്ന്, നേരത്തെ ഒന്ന് പറഞ്ഞാൽ എത്ര മണി വരെ വേണമെങ്കിലും നിന്നോന്ന് പറഞ്ഞാൽ, പക്ഷേ ഇപ്പോൾ പോലീസ് വന്നിട്ട് 7 മണിയാവാനായി. പോലീസ് വന്നിട്ട് എല്ലാവരെയും വിസിലടിച്ച് കയറ്റുന്നുണ്ട്. അപ്പോൾ 7 മണി വരെ ഇവിടെ നിൽക്കാൻ പറ്റുള്ളൂ. 7 മണിക്കുള്ളിൽ എന്തായാലും ഇവിടെ എത്തണം. പിന്നെ പറയാനുള്ളത്, വണ്ടി നമ്മൾ ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ വണ്ടി വാട്ടർ സർവീസ് ചെയ്യേണ്ടതാണ്. വാട്ടർ സർവീസ്, ഡീസൽ വാഷോ അല്ലെങ്കിൽ ഫോം സർവീസോ ചെയ്യേണ്ടതാണ്.